ഹലോ വിൻസെന്റ് ആണേ. വിക്സെന്റേലാണെന്നല്ല, വിൻസെന്റ് ആണെന്ന്. എടോ, ഞാൻ ഈ നാട്ടുകാരല്ലാത്തവനാണോ താൻ എന്റെ വീട് പണിയാൻ ഇത്രയും താമസിക്കുന്നത്? അതന്നെ സാറേ അങ്ങനെ ഒരു വർത്താനം. എന്റെ വീടിന്റെ കേർത്താമസം എന്ന് വേണമെന്നാ നിന്നോട് ഞാൻ പറഞ്ഞത്. 30-ാം തീയതി. അപ്പൊ അത് നിനക്കറിയാം. എന്നിട്ടാണോടാ 2 ദിവസമായിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു പണിക്കാരെങ്കിലും വന്നോ? ഇന്ന് ഞാൻ 2 പുതിയ പണിക്കാരെ അങ്ങോട്ട് വിടാം. പണിക്കാരെങ്ങനെയുണ്ട്? പണിക്കാരെങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വന്നില്ലേലും അമ്മര് നേരത്തെ വീട്ടിൽ പോക്കോളും. വെരി ഗുഡ്. അങ്ങനത്തെ പണിക്കാരാണെങ്കിൽ എനിക്ക് ആവശ്യം. അപ്പൊ ഓക്കെ, പണിക്കാരെ നേരെ വിടുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ. വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേടസൂര്യൻ കാവലാളാൻ നീലരാത്രി. അപ്പൊ ഇതാണ് കൺട്രാക്ട് പറഞ്ഞ അമേരിക്കക്കാരന്റെ വീട്. ആക്ക് പോട്ടെ, നിന്റെ കഴിച്ച തന്നെയാണോ റെഡ് സ്ട്രീറ്റ്? റെഡ് സ്ട്രീറ്റോ? അമ്മേ നാക്കി അതിക്കണേ. ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ്. എടാ, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപർണ. ഈ അപർണ എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിലോട്ട് ഒരു മനു വർഗീസ് സ്ഥിരം മെസ്സേജ് അയക്കും. അവന്റെ കാശ് കൊണ്ട് മേടിച്ചതാ. ദൈവമേ. അത് മാത്രമല്ല, മനു വർഗീസിനോട് ഞാനൊരു 4339 രൂപ ചോദിച്ചിട്ടുണ്ട്. അവൻ ഇന്ന് വൈകുന്നേരം തരുമെന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഇതിന്റെ ഈ 339 കണക്ക് എനിക്ക് റീചാർജ് ചെയ്യണ്ടേ? റീചാർജ് ചെയ്യണ്ടേ? എന്താടാ നീ മനു വർഗീസിന്റെ ഒരു 2 ദിവസം മുമ്പ് 2210 രൂപ മേടിച്ചായിരുന്നു. നീ മനു വർഗീസിന്റെ ഒരു 5 ദിവസം മുമ്പ് 1105 രൂപ മേടിച്ചായിരുന്നു. അയ്യോടിയെ മേടിച്ചായിരുന്നു. എന്താടാ എന്തൊക്കെയോ ചീങ്ങി നാർന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു കോള് വരും. കോള് വന്ന് അച്ഛാ പറഞ്ഞേ മോനെ, അച്ഛനൊരു 4339 രൂപ വേണോടാ. കാട്ടുകളി. അപ്പൊ താ മൂകാംബിയെ പോവാന്ന് പറഞ്ഞ് എന്റെ കാശ് മേടിച്ച് ഇതിനായിരുന്നല്ലേ? നീ എന്റെ തലയത്തോട്ട് സത്യം ചെയ്ത് നീ അപർണേനെ കണ്ടില്ലെന്ന്. അപർണേനെ ഞാൻ കണ്ടു. അപർണ എന്റെ കൂടെ ചുണ്ടത്ത് ഹാൻസും വെച്ച് നിപ്പുണ്ട്. അച്ഛനെ കൂടി ഇരിക്കി, ഞാൻ വീട്ടിൽ വന്നിട്ട് ബാക്കി തരാം കേട്ടാ. എടോ, എന്റെ അച്ഛൻ എന്നെ പറ്റിച്ച് കാശ് മേടിച്ച്, നീ അച്ഛനെ പറ്റിച്ച് കാശ് മേടിച്ച് ആ കാശ് തിരിച്ചാടാ. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് കൊടുത്താ? അന്ന് അമ്മയുടെ ഒന്ന് കാശ് മേടിച്ചാടാ. അമ്മ നിന്റെ അമ്മയ്ക്ക് കടം കൊടുത്തു. ആണ്ടെ തള്ള രാവിലെ ആ കാശ് എനിക്ക് തന്നു. ഇത് എന്നതാണ്? ഇത് ആഹാര ശൃംഖലയോ? എന്നെ പോലെ ഒരു കൂലിപ്പണിക്കാരനെ നീ ഇങ്ങനെ പറ്റിക്കല്ലേടാ. തെണ്ടിത്തരം പറയരുത്. നീ കൂലിപ്പണിക്കാരനോ? നിനക്ക് നല്ല 1-ാം ജോലി KSRTC ഉണ്ടായിരുന്നു. നല്ലടാ. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജോയിൻ ചെയ്ത അന്ന് തന്നെ എന്റെ ജോലി പോയി. എങ്ങനെയാന്നോ? എടാ, ഞാൻ KSRTC കണ്ടക്ടർ അല്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ കണ്ടക്ടർ ആണെന്ന് മറന്നു. അതെങ്ങനെ? എന്റെ വീടിന്റെ സ്റ്റോപ്പ് എത്തിയപ്പോ ഞാൻ ബെല്ലടിച്ചിട്ട്. അയ്യോ എന്റെ അമ്മേ, പിന്നെ അവന്മാരെന്നെ ജോലിക്ക് കയറ്റുവോ? അത്ഭുതമായിട്ടുണ്ട് കേട്ടോ. 2 കഥയും കൂടി പറയുവാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമാണ്. എടാ, നിനക്ക് വല്ല മനസാക്ഷി ഉണ്ടോ? വലിയ മനസാക്ഷി ഉണ്ടോ? ഒരു സെക്കൻഡ് എന്തെങ്കിലും പണിയെടുത്ത് അഭിനയിച്ചിട്ട് ചായ കുടിക്കാൻ പോയാ പോരെ? അതാണ്. ശരി, വാ. മനസ്സിലായി. എണിയും പാമ്പിലെ കട്ടയല്ലേ? ഈ വീടിന്റെ ഹൗസ് ഓണർ അമേരിക്കക്കാരൻ വിൻസെന്റ് പി. ഈ വിൻസെന്റ് പി കൊളപ്പുള്ളിയപ്പന്റെ ആരെങ്കിലും ആണോ? ഈ കണ്ണിങ്ങനെ ഇരിക്കണോണ്ട് ചോദിച്ചാ? അത് പണ്ടെന്റെ 2 സുഹൃത്തുക്കള് സമ്മാനിച്ച പാടാത്. സമ്മാനിച്ച കണ്ണ് വിൻസെന്റ്. എവിടെയാ പഠിച്ചത്? കുടുത്തറ UP സ്കൂൾ. കൺഫേംഡ്. താങ്ക് യു. സോജൻലാലേ, നീ ഇപ്പൊ ഒരു അശരീരി കേട്ടായിരുന്നോ? ഞാനൊരു പുല്ലും കേട്ടില്ല. എന്നാ നീ ഇപ്പൊ കേക്കും. 5-ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ ഒരുത്തരെ തലയടിച്ച് പൊട്ടിച്ചില്ലേ? വിൻസെന്റ് പി. ആ പി ദേ നിക്കുന്നു. നീ എന്തിനാണ് അവന്റെ വീട്ടിൽ പഠിക്ക് വന്നത്? ഞാനോ? നീയോ അവന്റെ വീട്ടിലാ പഠിക്കുന്നത്? ശരിയാണല്ലോ. എന്നാ ഇത്? എനിക്ക് തോന്നുന്നു ഭ്രമരം സിനിമയെ പോലെ അവൻ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാന്നാ. കണ്ട റിവഞ്ച് സിനിമ എല്ലാം കണ്ട് ഡിറ്റേഷൻ ഹാർട്ടാക്കാൻ നോക്കുന്നോടാ. അങ്ങനത്തെ സാധനമൊക്കെ ലോകത്ത് സംഭവിച്ചു. എന്താ ഒരു ഭ്രമര സിനിമ? ഭ്രമരം സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് പറയുമായിരുന്നു. ഒന്നും പറയല്ല, ശരിക്കും അവാർഡിന് അർഹം. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഭാഗത്ത് ആ വില്ലന്മാരുണ്ടല്ലോ, കൊല്ലണായിരുന്നു. ഞാനായിരുന്നെ കൊന്നേ. എന്തിന്? ഒരു രസം. കൊല്ലും. എന്ത് വർത്തം വെച്ച് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ? പിന്നില്ലേ? ചോദിക്കാൻ പറഞ്ഞു. എന്താ പേര്? രാജു ബാബു. രാജു ബാബു. നൈസ് നെയിം, നൈസ് നെയിം. മണിയെന്നല്ലേ നിന്റെ പേര്? ഇടികെട്ടുണ്ടെങ്കിൽ കള്ളപ്പേര് ആണോ? ഇവന്റെ പേര് ചോദിച്ചില്ല. സോറി സുഹൃത്തിന്റെ പേര് ചോദിക്കാൻ. എന്താണ് സുഹൃത്തിന്റെ പേര്? രാജ്ബാബു. ഇതല്ലേ രാജ്ബാബു? അത് രാജ്, ഞാൻ ബാബു. അങ്ങനെ രാജ്ബാബു. അതെ. രാജു, എന്തോ എന്നെ കണ്ടൊരു മണ്ടനായിട്ട് തോന്നുന്നു. പിടിച്ച്
രണ്ടുപേരുടെ മുഖത്ത് വന്നപ്പോ തൊട്ട് ഞാൻ ടെൻഷൻ കാണുന്നു. എന്റെ പൊന്ന് സാറേ, അന്നത്തിന് വേറെ വകയില്ല, അതുകൊണ്ടാ. നിങ്ങൾ രണ്ടുപേരും താമസിച്ച് വന്നാൽ ഞാൻ കൺട്രാക്ടിനോട് പറയുമെന്നുള്ളൊരു പേടി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി അങ്ങനെ ഒരു വ്യക്തിയല്ല ഈ വിൻസെന്റ് പി. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ട് രണ്ടുപേർക്കും ഓരോ കപ്പ് ചായ വിൻസെന്റ് പി കൈകൊണ്ടിട്ട്. ശരിയാ. ഓക്കെ, അങ്ങനെ വല്ല നല്ല കാര്യം ചായ ഇട്ട് കൊണ്ടുവരാം. എടാ, ഇവന്റെ ശരീരേ വളർന്നിട്ടുള്ളൂ, ബുദ്ധി 5 തന്നെ നിൽക്കുക. അവനെന്തോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. അവൻ ഒന്നും കുത്തി പറയുന്നില്ല, നീ ആയിട്ട് ആവശ്യമില്ലാത്ത ഉണ്ടാക്കില്ല. അവന് നമ്മളെ മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യ്, ആ പറ. രണ്ടും കൽപ്പിച്ച് നെഞ്ചു വിരിച്ച് ഞാൻ ചെന്നങ്ങ് പറഞ്ഞാലോ. എന്നത് നീ അവനെ കല്ലിന് സോജൻലാലേ, പണ്ട് മുതലേ നിനക്കുള്ളതാണ് ആവശ്യമില്ലാത്തോടത്ത് എന്നെ ഇട്ടിട്ട് നീ ഓടിപ്പോകുന്ന പരിപാടി. നമ്മൾ തന്നെ ചെയ്യും. എടാ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഭയവും ടെൻഷനും നമ്മൾ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ആര് പറഞ്ഞു? ദൃശ്യം മണ്ണിൽ മോഹൻലാൽ ഓ, ലാലേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല, പുള്ളിക്ക് വിദ്യാഭ്യാസം കേൾക്കാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, അവൻ വരുമ്പോ നമ്മൾ പേടിക്കരുതടാ. പേടിക്കരുത്. ഓക്കെ, പേടിയില്ല. അപ്പൊ ഇനി വരുമ്പോ നമ്മൾ അവനെ ഒന്നിച്ച് തരണം. കട്ടക്ക് നിൽക്കാം. പതിനെഴുത്. കട്ട പിടി, കട്ട. അതെ, കട്ട. ഓ. രാജ് ബാബു, എന്താടാ? ഒരു ചുറ്റികയുവാണെങ്കിൽ കിട്ടൂ. കൊടുക്കില്ലേ, അവൻ തല തല്ലി തീർക്കും. ചുമ്മാ ഇരിയടാ. എന്തിനാ ഈ ഫോട്ടോ എനിക്കൊന്ന് ഭിത്തിയിലൊന്ന് അടിച്ചു വെക്കണം. അമ്മ ഉയരാന്തി. ഇത് ആരുടെ ഫോട്ടോ? അച്ഛന്റെ ഫോട്ടോയാണോ? അച്ഛന്റെ അല്ല, അച്ഛന്റെ എന്റെ അമ്മയുടെ വല്ല ഫോട്ടോ? അമ്മയുടെ അല്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ കൂട്ടുകാരുടെ അടുത്ത ഗ്രൂപ്പ് ഫോട്ടോ. ഇത് കണ്ടോ? ഇത് മൊത്തം എന്റെ കൂട്ടുകാരാണ്. ഈ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ഫാത്തിമാടാ. ഫാത്തിമയെ നിനക്ക് എങ്ങനെ അറിയാം? ആ കാലഘട്ടത്തിൽ തട്ടമിട്ട എല്ലാ പെൺകുട്ടികളുടെയും പേര് ഫാത്തിമ എന്നായിരിക്കും. ഈ ചുട്ട പറങ്ങാണ്ടിയുടെ ഫിഗർ വെച്ച് ടൈ ഇട്ടിരിക്കുന്ന ഈ രണ്ടവന്മാരെ കണ്ടോ? അതാരാ അത്? ആരാ? ഇവന്മാര് തന്ന സമ്മാനം ഈ മുഖത്തീപ്പാട്. ഇതോ? ഈ ചെറുക്ക് ഇത് എവിടെ നിന്നാണോ ആ ശരീരം? എല്ലാം ഞാൻ ഓർത്തിരിപ്പുണ്ട്. എന്റെ മനസ്സിലുണ്ടത്. എന്തിന്? ആവശ്യം വരും. എടാ, അവൻ എന്തൊക്കെയോ കുത്തി പറയണത് തന്നെയാടാ. ഇത് തന്നെയല്ല പുല്ലേ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അവൻ കുത്തി പറയുന്നതാണ്. എനിക്കതല്ല, നമ്മളന്ന് ഇവനെ എന്തിനാണ് തല്ലിയത്? സോജൻലാലേ, സമ്മതിക്കല്ലത്. നീ അത് മറന്നുപോയല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കാടാ. നീ കണക്ക് ടീച്ചറിന്റെ പടം വരച്ചു വെച്ച് ടോയ്ലറ്റേല്, എന്നിട്ട് അതിന്റെ അടിയിൽ നീ എഴുതി വെച്ച് കണക്ക് ടീച്ചർന്ന്. അത് മാത്രോ, നീ അതിന്റെ അടിയിൽ വലിയ രാജാ രവിവർമ്മ കളിക്കാൻ വേണ്ടിട്ട് ഒരു ഒപ്പ് ഇട്ട് വെച്ചേക്കണ്. നീയാന്ന് പറയും ഇതറിഞ്ഞ് കണക്ക് ടീച്ചർ നിന്നോട് ചോദിച്ചു. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ മാത്രമല്ല, ആ വിൻസെന്റ് പി ഉണ്ടെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ പീസ് കുടിച്ചോണ്ട് വന്ന അവൻ നമ്മൾ ഇടിക്കാൻ വന്ന് ഞാൻ അവനെ കയറി ഇടിച്ച് അവന്റെ തല പൊട്ടിയാ. എന്റെ അമ്മ, നമ്മൾ എന്നെ പോക്കൃതരൊക്കെ കാണിച്ചു വെച്ചത്. നമ്മള് കാണിച്ചെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാം പോക്കൃതരം തന്നെയാണ്. നമ്മളിപ്പോ എന്നാ ചെയ്യണോ? അവിടെ എന്നാ ചെയ്യുന്നു? ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഇല്ലേ, ഇവിടെ നമ്മള് ഭയവും ടെൻഷനുമാണ് നമ്മൾ അതായത് ഈ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. പുറത്തിരുന്ന് കഴിക്കാം, എല്ലാം കഴിച്ചിട്ട് വാ, അപ്പൊ ആ ടെൻഷൻ മാറും. നമ്മളിത് എല്ലാ പണി സൈറ്റിലും നമ്മൾ വ്യത്യസ്തമായി പെരുമാറുമ്പോഴാണ് ഇവനെ നമ്മൾ ഡൗട്ട് അടിക്കുന്നത്. എനിക്ക് തോന്നി കൺട്രാക്ട് നമുക്കിട്ട് പണിതാന്ന്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പണച്ചാക്കന്റെ വീട്ടിൽ നമ്മൾ എന്തുവാ പരിപാടി? പൊറോട്ടയ്ക്ക് നിക്കറിടിപ്പിക്കുക. ഞാനത് കണ്ടോണ്ടിരിക്കുന്നു. വന്ന് കേറിയല്ലോ, അപ്പഴേ പൊതിയങ്ങ് തുറന്നു. പേടിച്ചു പോയല്ലേ? ചുമ്മാ പറഞ്ഞാ കഴിക്ക്. ഇത് കഴിഞ്ഞ് തരാനുള്ളതല്ലേ? കഴിക്ക്. രാവിലെ ഈ പൊറോട്ടയ്ക്കാണോ കഴിക്കുന്നത്? ഞങ്ങൾ രാവിലെ പൊറോട്ട ഒക്കെ കഴിക്കുന്നത്. അമേരിക്കൻ എങ്ങനെയാ രാവിലെ? അമേരിക്കൻ രാവിലെ ഇതുപോലെ തന്നെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ. വല്ല കാര്യമുള്ള കാര്യമായിരുന്നു. ഞാൻ അതല്ലേ ചോദിച്ചാ, രാവിലെ നിങ്ങൾക്ക് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞങ്ങൾ 2 റൊട്ടി മടക്കിയിട്ട് അതിന്റെ നടുക്ക് പച്ചക്കറി വെച്ച് അതിന്റെ നടുക്ക് ഒരു ഇറച്ചി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കും. എടാ പൂത്തിരി, എന്നാലും അതിനെ സാൻഡ്വിച്ച് എന്ന് പറയരുത്. എടാ മൺവെട്ടി, അത് നിന്നെ പോലത്തെ ലോക്കൽസിന് മനസ്സിലാകാത്തോണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ ആയിട്ട് പറഞ്ഞത്. സാറ് പറയണ മറ്റേ ഈ സാൻഡ്വിച്ച് പോലെയല്ലേ ഇവിടുത്തെ പൊറോട്ട? ഇവിടുത്തെ പൊറോട്ടക്ക് എന്നാ ടേസ്റ്റ്? നോ 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 നോ, അമേരിക്കയിലെ സാൻഡ്വിച്ച് ആണ് ബെറ്റർ. ഇയാൾ എന്നെ ഈ പറയുന്നത്? എടാ, ഇത് കടയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ? തൂണം ചേട്ടൻ മൈദ കൂട്ടി അരച്ച് ഇങ്ങനെ വെക്കും, എണ്ണയിൽ കുളിപ്പിച്ചിട്ട്. എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് റെഡിയാക്കും. എന്നിട്ട് അത് ചുട്ടെടുത്തിട്ട് ശകലം കുരുമുളക് ഇട്ട ബീഫി മുക്കി തിന്നാ ഉണ്ടല്ലോ, ആഹാ. സാറിന് വേണോ? പ്ലാന്റേന്നോ? അല്ല, ആ പ്ലാന്റ കേട്ടപ്പോ മനസ്സിലായി. ഒരെണ്ണം കൊടുക്കാം. വീഡിയോ ഉണ്ടോ? അയ്യോ, തെണ്ടി തിന്നാന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ കണ്ടു. സാറിനല്ല വീഡിയോ വീഡിയോ. ഇവന്റെ ഒക്കെ തൊണ്ടക്ക് കീപ്പോട്ടത് എങ്ങനെ ഇറങ്ങിപ്പോണെന്ന് ഞാനാലും. എന്നാ സാറേ വേണ്ടേ? വേണ്ട, ഫ്രിഡ്ജിൽ സാൻഡ്വിച്ച് ഇരിപ്പുണ്ട്.
നമ്മള് പാപത്തുകളിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കൂടാ. അതെ അതെ, നമ്മളൊക്കെ എന്ത് കഷ്ടല്ലേ, കാശില്ലാത്ത. രണ്ടുപേരും കഴിച്ചിട്ട് പെട്ടെന്ന് ബാക്കി പണി തീർക്കാണ്ട്. കഴിഞ്ഞു ഞങ്ങൾ അടുത്ത പരിപാടി നോക്കാൻ. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് അമേരിക്കയിൽ എന്നായിരുന്നു പരിപാടി? ഞാൻ അവിടെ എല്ലാ നാടത്തരവും കാണിക്കുമായിരുന്നു. ചെറുനാരിങ്ങയുടെ കച്ചവടമായിരുന്നു. തെറ്റിപ്പോയി. ബാബു ചോദിക്കാൻ മറന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുക. ഏത് നാണിത്തള്ളയോ? ആ, നാളത്തുള്ള. ഏത് കേന്ദ്ര സർക്കാരില്? പിന്നെ തൊഴിലുറപ്പ് തന്നെ, ദേവസ്വം ബോർഡിന്റെ വകുപ്പാണോ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഇവനും എന്റെ വീട്ടുകാർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കിടക്കണേ 1ാം സ്ഥാനം ഇവന്മാർക്ക് കൊടുക്കണം. അതൊക്കെ പോട്ട്. ബാബുവിന്റെ കല്യാണം കഴിഞ്ഞാണോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. ആഹാ. പക്ഷെ ഭാര്യ ഡൈവേഴ്സ് ആയിട്ട് പോയി. അതെന്നാ അവള് കൊന്നിട്ട് പോയില്ലല്ലോ എന്ന് ഞാൻ പറയണത്. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഇവന്റെ കൂടെ നടക്കണം. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞ എനിക്കാരും പെണ്ണ് തന്നില്ല. വെരി ഗുഡ്. പെട്ടെന്ന് രണ്ടുപേരും പണി തീർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ ഒരു പണി തരുന്നുണ്ട്. അവന് മനസ്സിലായടാ, അവന് മനസ്സിലായടാ. മനസ്സിലായോ? മനസ്സിലായി. എത്ര നേരം എന്ന് പറയണത്? എടാ നീ വേണ്ട, അബദ്ധമൊന്നും കാണിക്കരുത്. ഇല്ലടാ, പറയുന്ന കേക്ക്. എത്ര നേരം എന്ന് പറയടാ. എടാ പറയുന്ന കേക്ക്. ഞാനേ തീ കുറിച്ചതാ. നീ എന്റെ ഫോണിട്ട് വിളിടാ. എന്റെ ദൈവമേ, ഫോണിട്ട് വിളിടാ. വിളി, നീ വിളി. വേണ്ട, നീ വിളി, എന്റെ ഫോണിട്ട് വിളി. എന്ത് ഭാവിച്ചാണോ അത്? അയ്യോ, എന്റെ അമ്മ വിളിക്കുന്നല്ലോ. ഹലോ, അമ്മയ്ക്ക് ഇസ്ലോഫീലിയ കൂടിയോ? അത് ഞാൻ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് വരാം. പെട്ടെന്ന് വരാം കേട്ടോ. അത് സാറേ, എന്റെ അമ്മ ഇപ്പൊ വിളിച്ച് ആശുപത്രിയിട്ട് ചെല്ലാൻ മതി. ഇസ്ലോഫീലിയ കൂടിയെന്ന്. അമ്മയ്ക്ക് ഇസ്നോഫീലിയ കൂടി? അതെ. ഒരു കാര്യം ചെയ്യും, രാജു നേരെ വീട്ടിലേക്ക് പോകും. താങ്ക് യു സാർ. തൽക്കാലം ബാബു ഒന്ന് പറഞ്ഞിട്ട്. ശരി. അമ്മേ, രാജുവേ, രാജുവേ, രാജു എന്നാ പറ്റിയ? എന്നാ പറ്റിടാ? ചെറുതായിട്ടൊന്ന് തല ഇറങ്ങിയതാ. തല ഇറങ്ങി തന്നു. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം രാജു. ഓക്കെ അല്ലടാ? ഞാനിതെവിടാ? ചന്ദ്രനെല്ലി. എനിക്കൊരു അസുഖമുണ്ട്. എന്തുവാ? ഞാൻ 2 മണിക്കൂർ കൂടുമ്പോ തല ഇറങ്ങി വീഴും. ആണല്ലേ? ഒരു കാര്യം ചെയ്യാം സാറേ, 2 മണിക്കൂർ കഴിഞ്ഞ് ഇവന് റെസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഇവൻ പണിയെടുത്തോളാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. രണ്ടിത്തരം കാണിക്കും. ഒരു കാര്യം ചെയ്യൂ, ബാബു അല്ലേ, ബാബു അമ്മേനെ കാണാൻ പോകുമ്പോ രാജിനോട് ആശുപത്രി കൊണ്ടുപോകും. അല്ല, അപ്പൊ ഇവിടുത്തെ പണിയൊക്കെ അത് കുഴപ്പമില്ല, നാളെ രാവിലെ വന്ന് ബാക്കി പണികൾ നാളെ രാവിലെ മതി. സാറിന്റെ വീട് രാവിലെ വരാം കേട്ടോ. രാവിലെ വന്നാൽ മതി. അതാ നല്ലത്. പോയിട്ട് വരാം. പോയിട്ട് ഒരു പൊറോട്ട ഉണ്ട് കേട്ടോ. അത് എടുത്തോളാം. അളിയ സോഹൻലാലേ, ഓ, മണിയനോട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഉണ്ടോന്ന് ചോദിച്ചാടാ. എടാ നിന്നോട് അവൻ ഹോസ്പിറ്റലിൽ പോവാൻ പൈസ. എന്റെ പേരല്ലേ പറഞ്ഞു? അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ സ്റ്റണ്ട് കാണാതെ ഇവൻ സമ്മതിക്കത്തില്ല. ഫീൽ ഗുഡി നിർത്താന്നാ ഞാൻ വിചാരിച്ചത്. വേണ്ട, ഇവൻ ഒറ്റ വഴിയുള്ളൂ. എന്താടാ? ഇടതുകാലം നീ, വലതുകാലം ഞാൻ. നീയൊക്കെ ആദ്യമേ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീയൊക്കെ ആണെന്ന്. പിന്നെ നിന്റെയൊക്കെ കോമാളിത്തരം കാണാൻ വേണ്ടി ഞാൻ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നല്ലേ. നിങ്ങൾ ഹാപ്പിയല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടുപേരുടെ ഒരു കാര്യം, ഈ വരുന്ന 30-ാം തീയതി എന്റെ വീടിന്റെ കീർത്താമസാണ്. വീട്ടുകാരെല്ലാരുമായിട്ട് വരണം. പിന്നെ ഒരു അപേക്ഷയുണ്ട്, വീടിന്റെ പണി ഒന്ന് തീർത്ത് ഞങ്ങൾ സ്വന്തം വീട് പോലെ ഈ പണി തീർക്കും. നിങ്ങൾ പോയിട്ട് വാ. ഒരു കാര്യം കാര്യം ചോദിച്ചോട്ടെ. എടാ, ഈ കണ്ണിന്റെ ഇത് നിനക്ക് ഞങ്ങളോട് വഴക്ക്? ഏത് ഈ പാടോ? എടാ, ഇത് നിങ്ങൾ പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ തന്നൊരു മുറിവാ. പക്ഷെ എനിക്കത് വലുതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മധുരമുള്ളൊരു മുറിവായിട്ടങ്ങ് മാറി. എനിക്കിത് മാറ്റാൻ എന്റെ കയ്യിൽ കാശില്ലായിട്ടല്ല. എന്നാ മാറ്റാത്ത? എനിക്ക് കണ്ണാടിയിൽ ഡെയിലി നോക്കുമ്പോണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഓർമ്മ വരും. അത്രയ്ക്ക് ഇഷ്ടമായതാ എനിക്ക് നിങ്ങൾ രണ്ടുപേര്. അത്രയ്ക്ക് മാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും സുഖല്ലടാ? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. ക്ലൈമാക്സ് തീർന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഞാൻ ഒരു മുറിവ് തരും. ഞാൻ എപ്പോഴും നിങ്ങളെ നൊമ്പരത്തോടെ സന്തോഷത്തോടെ ഓർക്കാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഓർക്കാൻ വേണ്ടി ഒരു മുറിവ്. ചുമ്മാ. അയ്യോ,